മുട്ടടയിൽ വൈഷ്ണവ് സുരേഷ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുകയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് മുട്ടട വാർഡ്. ആ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ശരി, വൈഷ്ണവ് സുരേഷ് മുന്നിൽ നിൽക്കുന്ന വലിയ വിവാദം ഉണ്ടായിട്ടുള്ള കോൺഗ്രസിന്റെ യുവ സ്ഥാനാർത്ഥിയായിരുന്നു. എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചു വിജിനെ, ബാക്കി എണ്ണാനുള്ള മേഖല ഏതൊക്കെയാണെന്ന്? എല്ലാ മേഖലകളിലും ആദ്യത്തെ ഘട്ടം എണ്ണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ കണക്ക് നോക്കുമ്പോൾ LDF 3, UDF 6 എന്നുള്ളതാണ്. തൃശൂർ കോർപ്പറേഷനിൽ UDF 17, LDF 8 എന്നതാണ്. വീണ്ടും പോന്നു ഒരിക്കൽ കൂടി എവിടേക്ക്? തൃശ്ശൂരിലേക്ക് പോകണം. അവിടുത്തെ കഥ എന്താണ്? അവിടെ UDF ഈ ഭരണം പിടിക്കാൻ പോവുകയാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കണ്ണൂരും തൃശ്ശൂരുമാണോ UDF രക്ഷിക്കാൻ പോകുന്നത്? കോഴിക്കോട് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന, അവരുടെ കയ്യിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന കൊച്ചി അവരെ രക്ഷിക്കുന്നതിന് ഒരു സൂചനയും ഇപ്പോൾ തരുന്നില്ല എന്നാണ് കാണേണ്ട കാര്യം. ഓക്കെ, എന്തായാലും നമുക്ക് കൊച്ചി കോർപ്പറേഷന്റെ കണക്ക് UDF 14, LDF 26 എന്നാണ്. ദയനീയമായി തോക്കും അവിടെ എന്നാണ് UDFന്റെ കാഴ്ച ഇപ്പോൾ കണ്ട കോർപ്പറേഷൻ. നടരാജ, തൃശ്ശൂരിലെ കോർപ്പറേഷനിലെ ഒരു UDF മൂഡാണോ? അതെ, 16 സീറ്റുകളിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നുണ്ട്. 8 സീറ്റുകളിൽ LDF-ഉം NDA 6 സീറ്റുകൾ ലീഡ് ചെയ്യാണ്. അതിൽ 2 സ്ഥലത്ത് NDA സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. തേക്കിൻകാടിൽ പൂർണിമ സുരേഷ് എന്ന NDA സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു. അവർ BJP ഉയർത്തിക്കാട്ടിയ മുഖമായിരുന്നു. വനിതാ സംവരണമുള്ള കോർപ്പറേഷൻ കൂടിയാണ്. പിന്നീട് പൂങ്കുന്നം BJPക്ക് സിറ്റിയിൽ വോട്ടുള്ള സ്ഥലമാണ്. അവിടെ രഘുനാഥ് ജയിച്ചിട്ടുണ്ട്. UDF 16 സ്ഥലങ്ങളിലാണ് ജയിച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികൾ ഉള്ളതിൽ 5 സ്ഥലത്ത് UDF-നാണ് ഇപ്പോൾ ലീഡ്. 2 സ്ഥലത്താണ് LDF-ന് ലീഡ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിലെ 5 ഡിവിഷൻ LDF-ഉം 1 ഡിവിഷൻ UDF-ഉം നേടിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6 സ്ഥലത്ത് LDF ആണ് ഇപ്പോൾ ഉള്ളത്. UDF 2 സ്ഥലത്തുമുണ്ട്. ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആകെയുള്ള 86, LDF 29 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 17 UDF, NDA 1. ശരി, അപ്പൊ തൃശ്ശൂരിലെ മൊത്തം കണക്ക് 55 അവിടെ ടോട്ടല്? 56 ഡിവിഷനാണ് ഇപ്പോൾ കോർപ്പറേഷനിലുള്ളത്.